കേരളത്തിന് സ്വന്തമായി ഒരു ആപ്പ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. ഒരു ആപ്പ് പ്ലാറ്റ്ഫോം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രബലമായ ആപ്പുകളെല്ലാം നോർത്ത് ഇന്ത്യൻ ആപ്പുകളാണ്. കേരളത്തിൻ്റെ മണ്ണിന് പറയാൻ ഒരു ആപ്പ്, ഒരു എഡ്യൂക്കേഷണൽ ആപ്പ്, ഒരു ടെക് കമ്പനിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ടെലിവിഷനിലൂടെ ക്ലാസ് കാണുക, അല്ലെങ്കിൽ സൂമിലൂടെ ക്ലാസ് കാണുക, ഗൂഗിൾ മീറ്റിലൂടെ ക്ലാസ് കാണുക എന്നൊക്കെയുള്ള ശൈലിയായിരുന്നു. അതിൽ നിന്ന് മാറി ഒരു ആപ്പ് പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തി. പക്ഷേ കേരളം വളരെ പോസിറ്റീവായി അതിനെ സ്വീകരിച്ചു. ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച് ഞങ്ങളുടെ കുട്ടികൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? ജിഫാഷിന്റെ കൂടെ ഉള്ള ഒരു ടീമിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പൊ ഇവര് എല്ലാവരും കൂടെ ചേർന്നിട്ട് വരുത്തുന്ന ഒരു മാറ്റം ആണ് നമ്മളൊക്കെ ഇത് നോക്കുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള ഒരു ആപ്പ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഗെയിമിഫിക്കേഷനിലൂടെ നടക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഇന്നത്തെ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ പ്രത്യേകിച്ചും അതാണ് വേണ്ടുന്നത്. പലപ്പോഴും ഞാനിത് പല നമ്മുടെ ഡിസ്കഷൻസിലുമൊക്കെ പറയാറുള്ളൊരു കാര്യമാണ്. നമ്മുടെ സാധാരണ ക്ലാസ് റൂമുകൾ അതേപടി ദൂരെ ഇരുന്നിട്ട് ഒരു സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ അത് പഴയ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ക്ലാസ്സുകൾക്ക് പകരമാവില്ല. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിലേക്ക് പോകുമ്പം അതിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ, ട്വീക്കിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ട്വീക്കിംഗ് ശാസ്ത്രീയമായിരിക്കുകയും വേണം. കാരണം ഈ ഓരോ പ്ലാറ്റ്ഫോമിൻ്റെ ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ വ്യത്യസ്തമാണ്. ഇത് ടീച്ചറുടെ സൂപ്പർവിഷൻ്റെ അഭാവമുണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് സിസ്റ്റം കുറയുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് പലപ്പോഴും ഈ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത്. കാരണം ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ ടിപ്പിക്കൽ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം. മാഷ് പറഞ്ഞ പോലെ വെറുതെ ഒരു സൂമിലിരിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ ഒരു സൗകര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 100 മീറ്റർ ഓടാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു 10-20 മീറ്റർ മുമ്പിലാണ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി വേണം നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ, അഭിമുഖീകരിക്കാൻ. അതിൽ നല്ല വിജയം ഉണ്ടാവട്ടെ. നിങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ കൂട്ടെ ഒരു ഡോക്ടറും എൻജിനീയറും ഒന്നുമല്ല, അതിനപ്പുറത്തേക്കുള്ള പലരും നിങ്ങളിലുണ്ട്. ലോകത്തിന് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭാവനകൾ ചെയ്യാൻ സാധിക്കുന്ന പലരുമുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഇറങ്ങാൻ. അത് ഒരു മെഗലോമാനിയോ അല്ലെങ്കിൽ അഹങ്കാരമോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒത്തിരി മലയാളികൾ ഉണ്ടായിട്ടുണ്ട്, ഭാരതീയരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശൃംഖലയിൽ, ആ ഒരു പരമ്പരയിൽ പെടുന്ന പലരും നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. ഒരു ഡോക്ടർക്ക് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു എന്താ പറയുക പരിമിതിയല്ല. പക്ഷെ അതുക്കും മേലെ പോകാനും സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് ആരോഗ്യ മേഖലയിലും പുതിയ ചലഞ്ചസ് വരികയാണ്, പുതിയ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറായി നിങ്ങളിവിടെ ഏതെങ്കിലും ഒരു PHCയിൽ വർക്ക് ചെയ്യുമെന്ന് മാത്രം മുൻകൂട്ടി വിചാരിക്കരുത്. നിങ്ങളുടെ ആകാശം പരിമിതമല്ല. നിങ്ങൾക്ക് പോകാൻ ഇനിയും എത്രയോ ദൂരം കിടപ്പുണ്ട്. ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെയൊക്കെ റിസർച്ചിന് പോകാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു നോബൽ പ്രൈസൊക്കെ കേരളത്തിൽ കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നു. അപ്പോൾ വലുതായിട്ട് സ്വപ്നം കാണൂ, വലുതായിട്ട് അച്ചീവ് ചെയ്യുകയും ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്.